ഹലോ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ ജൂൺ 18 നടത്തിയിരുന്ന നെറ്റ് എക്സാം ക്യാൻസൽ ചെയ്യപ്പെട്ടു. അറബിക്കിൻ്റെ ആ ക്യാൻസൽ ചെയ്യപ്പെട്ട എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആദ്യൊരു പാർട്ടാണ് ഈ ഒരു സെഷൻ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം 4 സെറ്റുകളായിരിക്കും. അപ്പോൾ ഒരു സെറ്റാണ് നമ്മളിതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. W സീരീസ് ആണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഫി റഈദ് ദക്തൂർ മുഹമ്മദ് മന്ദൂർ അൽ അദബുൽ മഹ്മൂസ് ഹുവ. നമ്മുടെ ഡോക്ടർ മുഹമ്മദ് മന്ദൂറിൻ്റെ അഭിപ്രായ പ്രകാരം അദബുൽ മഹ്മൂസ് എന്ന് പറയുന്നത് ഏത് അദബാണ്? അൽ അദബുൽ അമവിയാണോ, അൽ അദബുൽ അബ്ബാസിയാണോ, അൽ അദബുൽ മഹ്ജരിയാണോ, അൽ അദബുൽ ഹദീസാണ്? ഏത് അദബിനെയാണ് മുഹമ്മദ് മന്ദൂർ അൽ അദബുൽ മഹ്മൂസ് എന്ന് വിളിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് അൽ അദബുൽ മഹ്ജരിയാണ്. നമ്മുടെ മഹജർ സാഹിത്യത്തെയാണ് മുഹമ്മദ് മന്ദൂർ എങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്? അൽ അദബുൽ മഹ്മൂസ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, അൽ അദബ് അൽ മഹ്ജരി അത് അദബുൻ മഹ്മൂസ്, അതിൻ്റെ മറ്റൊരു പേരാണ് അദബുൻ മഹ്മൂസ്. ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്? നിരൂപകൻ നാക്കിദായിട്ടുള്ള മുഹമ്മദ് മന്ദൂറാണ്. കാരണം അമീഖുൻ വവാഖിഉൻ മുർതബിതുൻ ബിൽ ഹയാത്തി വലൈസ ഫീഹിൽ ഖത്താബിയ വസത്ഹിയ അസ്സഖാഫിയ. കൾച്ചറലായിട്ടുള്ളൊരു പ്രതലോ അതല്ലെങ്കിൽ ഖത്താബിയൊന്നും അതിലങ്ങനെ വന്നിട്ടില്ല. അദബുൽ മഹ്മൂസ് എന്ന് പറഞ്ഞാൽ അദബുൽ മുനാജാത്തി വൽ ഹദീസിൽ ഖരീബി ഇല ഉദുനിക് വഖൽബിക്, നിൻ്റെ ചെവിയിലേക്ക് ഹൃദയത്തിലേക്ക് വളരെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു ശൈലി. മഹ്മൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹംസ് എന്ന് പറഞ്ഞാൽ മെല്ലെ പറയാനുള്ള, മന്ത്രിച്ച് പറയാം, സൗണ്ട് ഇല്ലാതെ മെല്ലെ പറയുന്നതിനുള്ള പറയാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് അദബുൽ മഹ്മൂസ്. വലൈസ മിനൽ ഖത്തബി അൽ ഖത്താബി അർന അൽ മുജല്ലജ വഹും ശുഅറാഉ അറബ് അല്ലദീന നളമു അശ്ആറഹും വഅല്ലഫു കിതാബാതിഹിം മിനൽ ബിലാദിൽ ജദീദ. അപ്പോൾ അദബുൽ മഹ്ജറിൽ അവർ മറ്റൊരു നാട്ടിൽ പോയിട്ട് രചനകൾ നിർവഹിച്ച സ്വാഭാവികമായിട്ടും മറ്റൊരു നാട്ടിലെത്തുമ്പോൾ നമുക്ക് ഒച്ച കുറയും. അപ്പോൾ അദബുൽ മഹ്മൂസ് എന്ന് പറയുന്നത് അദബുൽ മഹ്ജരി തന്നെയാണ്. ويطلق اسم شعراء المهجر عادة على نخبة من أهل الشام وخاصة اللبنانيين المثقفين الذين هاجروا إلى الأمريكا الشمالية أي الولايات المتحدة والأمريكا الجنوبية وعلى الخصوص അമേരിക്ക ജനൂബിയിൽ പ്രത്യേകിച്ചും ബ്രസീൽ, അർജന്റീന, മെക്സിക്കോ, വെനസ്വേല 1870-ൻ്റെയും 1900-ൻ്റെ മധ്യകാല സമയം, ആ ഒരു സമയത്തെ അവിടേക്ക് പലായനം ചെയ്തിട്ടുള്ള ആളുകളുടെ സാഹിത്യ രചനകളെ അല്ലെങ്കിൽ ആ രീതിയെയാണ് അദബുൽ മഹ്ജർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അദബുൽ മഹ്മൂസ് എന്ന് പറഞ്ഞാൽ അത് അദബുൽ മഹ്ജർ തന്നെയാണ് എന്ന് ആര് പറയുന്നുണ്ട്? മുഹമ്മദ് മന്ദൂർ പറയുന്നുണ്ട്. ലി അദബുൽ അറബിയിലും യകുൻ അൽ അദബുൽ അറബിയിലും യകുൻ ഷാഇൻ. അറബ് സാഹിത്യം അൽ അദബ് ഷാഇ ആയിരുന്നില്ല. എവിടെ? ബ്രസീലിലാണോ, ചിലിയിലാണോ, ഇക്വഡോറിലാണോ, അർജന്റീനയിലാണോ? എവിടെയാണ് ഇതത്ര വ്യാപകമാകാതിരുന്നത്? നോക്കൂ, ഇക്വഡോറാണ്. ബ്രസീലിലും ചിലിയിലും അർജന്റീനയിലും ഒക്കെ അദബുൻ മഹ്ജറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു അറബ് സാഹിത്യവുമായി ബന്ധപ്പെട്ട്. പക്ഷെ അത് എവിടെ ഉണ്ടായിരുന്നില്ല? ഇക്വഡോറിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മൾ നോക്കൂ, ഇങ്ങനെ 19-20 നൂറ്റാണ്ടിൻ്റെ ആ അവസാനം എന്നൊക്കെ പറഞ്ഞ് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെയാണ് ഈ ഒരു പലായനം 2 അമേരിക്കയിലേക്കും ആരംഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സിറിയ, ലബനാൻ ഭാഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് എന്തായിട്ടുള്ളത്? കുടിയേറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർ ചില ആളുകൾ എന്തായിട്ടുണ്ട്? അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. ചില ആളുകൾ ലാറ്റിൻ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. ആ ലാറ്റിൻ അമേരിക്കയിൽപ്പെട്ട രാജ്യങ്ങളാണ് ബ്രസീൽ, അർജന്റീന, ചിലി. ഓക്കെ, നേരത്തെ നമ്മൾ മെക്സിക്കോ, വെനസ്വേലയൊക്കെ വേറെയും പറഞ്ഞു. അതിൽ ആരില്ല? ഇക്വഡോർ എന്ന് പറയുന്നത് ഇല്ല. അപ്പോൾ ഇക്വഡോറാണ് അതില്ലാതിരുന്ന, അതല്ലെങ്കിൽ അതിന് വലിയ പ്രചാരമില്ലാതിരുന്ന ഒരു നാട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, 3ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിലെ ശരിയല്ലാത്ത ജോഡി ഏതാണ്? സമീർ അബൂമാദിയാണോ, സായിഹെ അബ്ദുൽ മസീഹ് ഹദ്ദാദാണോ, അൽ ഫുനൂൻ അത് നസീബ് അരിള തന്നെയാണോ, ഉസ്ബ മിഷാൽ മഅലൂഫാണ്? നമ്മൾ പറയാറുണ്ട് സമീറിൻ്റെ വാപ്പ എന്ന് ഒരാളുടെ പേരായിട്ട് ഉപയോഗിക്കില്ല. അപ്പോൾ സമീറിൻ്റെ വാപ്പ എന്ന് സമീർ അബൂ മാദി അങ്ങനെ കണക്ട് ചെയ്യാറുണ്ട്. സായിഹ് എന്ന് പറയുന്നത് സായിഹെ മസീഹ്. ഓക്കെ, സാഹ മസീഹ്. ഫുനൂന് എന്ന് പറയുന്നത് കല എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യമാണ് അല്ലേ? കല ഉണ്ടാവാൻ അല്ലെങ്കിൽ കലാത്മകമായിട്ടുള്ള ഒരു പ്രകടനങ്ങളൊക്കെ നസീബുമാണെന്ന് നമ്മൾ പറയാം. അൽ ഉസ്ബ എന്ന് പറയുന്നത് മീഷാൽ മഅലൂഫിലേക്ക് അല്ല, മീഷാൽ മഅലൂഫിലേക്കല്ല. ഉസ്ബ എന്ന് പറയുന്നത് ഉസ്ബ ഉന്ദുലുസിയുടെ തന്നെയാണെങ്കിലും അതിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ആൾ ജരീദ്, ഇത് ഏതാണ് ഉസ്ബ ഉന്ദുലുസിയ എന്നുള്ള അർത്ഥത്തിലല്ല.
ഇത് ജരീദാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ആള് ആരല്ല, മിഷാൽ മഅലൂഫ് ആയിരുന്നില്ല, പകരം ആരായിരുന്നു, ഉസ്ബ അന്ദുലുസി എന്ന് പറയുന്ന മജലത്തുൽ ഉസ്ബയുടേത്. അതിൻ്റെ എഡിറ്റിംഗ് ഹബീബ് മസ്ഊദ് ആയിരുന്നു. പിന്നീട് ഷഫീഖൊക്കെ അതിൻ്റെ തലപ്പത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹബീബ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലൈസമിൻ അഅ്ളാഇൽ ഉസ്ബ അന്ദുലുസിയ, അന്ദുലുസിയയുടെ ആ ഭാഗമാവാത്താണ്, മെമ്പർ ആവാത്ത ഇസ്കന്ദർ ഖർബാജ്, ഇലിയാസ് ഫർഹാത്ത്, റഷീദ് സലീം ഖൂരി, ഇബ്രാഹിം നാജി, ഇതിലാരാണ് ഉസ്ബ അന്ദുലുസിയുടെ ഭാഗം അല്ലാതിരുന്ന ആള്? നോക്കാം. ഇബ്രാഹിം നാജിയാണ്. അദ്ദേഹം ഉണ്ടായിരുന്ന മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ജമാഅത്തു അപ്പോളോയാണ്. ബാക്കിയുള്ള 3 പേരും എന്തിൻ്റെ ഭാഗം തന്നെയാണ്? ഉസ്ബ അന്ദുലുസിയുടെ ഭാഗം തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇബ്രാഹിം നാജി ജമാഅത്ത്, അപ്പോൾ അഹമ്മദ് ഷൗക്കിയൊക്കെ ഉണ്ടായിരുന്ന ജമാഅത്ത് അപ്പോളോയുടെ പ്രധാനപ്പെട്ട ആളാണ്. ഇനി അഅ്മാലു ജിബ്രാൻ ഖലീൽ ജിബ്രാൻ അല്ലത്തി സുദിറത്ത് ബിൽ ഇൻജിലീസിയ അസ്ലൻ, ബേസിക്കലി തന്നെ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ജിബ്രാൻ്റെ രചനകൾ ഏതാണ് ജിബ്രാൻ്റെ രചനകൾ? അൽ അർവാഹുൽ മുത്തമരിദയാണോ, അൽ മജ്നൂൻ, അത്താഹിർ, അംൽ വസുബ്? ഇതിൽ ചിലതൊക്കെ എന്തുണ്ടാകും, ഇംഗ്ലീഷ് ഉണ്ടാകും, ചിലത് അറബി ഉണ്ടാകും. അതുപോലെ ആ കറക്റ്റ് ജോഡി ഏതാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആൻസർ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ പരിശോധിക്കും. കറക്റ്റ് ഏറെക്കുറെ ഇതിൻ്റെ വർഷം ബേസിലാണ് നമ്മൾ പൊതുവെ എന്താ വേണ്ടത്, അത് മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എന്താണ് സാബിഖ്? ഇത് ഇറങ്ങിയിട്ടുള്ളത് 1920-ലാണ്. സാബിഖ് എന്ന് പറഞ്ഞാൽ അന്നബീൻ്റെ ആമുഖം അല്ലേ, അതിൻ്റെ മുന്നിൽ എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ ആമുഖമാണ് ശരിക്കത് 1920-ലാണ്. മജ്നൂന് 1918-ലാണ്. അത്താഇഹ് എന്ന് പറയുന്നത് 32-ലാണ്. ഹദീഖ നബി എന്ന് പറയുന്നത് 1933-ലാണ്. അപ്പോൾ ഇതെല്ലാം ഇംഗ്ലീഷിലാണ്. എന്നാൽ ഇവിടെ അൽ അർവാഹുൽ മുത്തമരിദ ഇത് അറബിയിലാണ്. ദംഅ വബ്തിസാമ ഇത് അറബിയിലാണ്. ഇവിടെ അറായിസുൽ മുറൂജ് അത് അറബിയിലാണ്. അൽ അവാസിഫ് അറബിയിൽ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഈ എല്ലാം ഇംഗ്ലീഷ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഓപ്ഷൻ സിയിൽ മാത്രമേ ഉള്ളൂ. അർവാഹുൽ മുത്തമരിദ 1908, 14, 12 അവിടെയാണല്ലോ വരുന്നത്. 12 തോന്നുന്നു അല്ലേ, 8 തോന്നുന്നുണ്ട്. അവാസിഫ്, ഈദമ്മ, വ്യക്തിസാമ അതൊക്കെ മക്കാലകളല്ലേ അല്ലേ. അപ്പോൾ റംലി ഇത് 1926 മറ്റാണ്. താഹി 32, ആലിഹത്തുലർന്ന് 31, മജ്നൂന് 18, മവാക്കിബ് ഖസീദ അത് 19. അപ്പോൾ നമുക്കറിയാം ജിബ്രാനെ കുറിച്ച് പറയുന്നിടത്ത് നമ്മൾ പറയാറുണ്ട് ജിബ്രാൻ്റെ മർഹല എന്ന് പറഞ്ഞാൽ 2 മർഹലകളാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ. ഒന്ന് ഇംഗ്ലീഷ്, ഇതാണ് സെക്കൻഡ് പീരീഡ് എന്ന് പറയുന്നത്. മറ്റൊന്ന് അറബിക്കാണ്, ഇതാണ് ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ 1905 മുതൽ 1918 വരെയുള്ള കാലഘട്ടമാണ്. ഇതിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും അറബി എഴുതിയിട്ടുള്ളൂ. ഈ രണ്ടാമത്തെ പീരീഡ് എന്ന് പറഞ്ഞാൽ 1918 മുതൽ 1931 വരെയുള്ളതാണ്. ഇതിൽ പൂർണ്ണമായിട്ടും അല്ല, ഇതിൽ മെജോറിറ്റിയും, ഇതിൽ മൊത്തം 8 രചനകളോ മറ്റുണ്ട്. അതിൽ 5 എഴുതിയിട്ടുള്ളത് ഏതിലാണ്? ഇംഗ്ലീഷിലാണ്. 3 ഈ ഒരു പീരീഡിൽ എഴുതിയിട്ടുള്ളതും അറബിയിൽ തന്നെ ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം പൂർണ്ണം എന്നുള്ള അർത്ഥത്തിലല്ല, മുഖ്യം ഇതിലെന്താണ്? ഇംഗ്ലീഷാണ് വരുന്നത്. ഇതിൽ പൂർണ്ണമായിട്ടും എന്തുതന്നെയാണ് വരുന്നത്? അറബി എന്ന് പറയുന്ന ഭാഷയിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ 1919 മവാക്കിബ് എഴുതിയിട്ടുള്ളത്. ആ മവാക്കിബ് അറബി എന്നാണ് ഞാൻ ഓർക്കുന്നത്, ആ ഖസീദ അല്ലേ. അപ്പം അങ്ങനെ ആ പീരീഡിൽ എഴുതിയിട്ടുള്ള വേറെയും എന്തുണ്ട് 1-2 കാര്യങ്ങൾ. ഈ വാസിഫും ആണോ എൻ്റെ ഓർമ്മയിൽ അത്ര കറക്റ്റ് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ 2 ഭാഗങ്ങൾ എന്തുണ്ട് അറബിയിൽ ആ പീരീഡിൽ എഴുതിയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഈ 2 കാലഘട്ടം വെച്ചാൽ നമുക്ക് ഏറെക്കുറെ പീരീഡ് മനസ്സിലാവും. ഓക്കെ, ആ വർഷം, ഇതിൻ്റെയൊക്കെ വർഷങ്ങൾ നമ്മുടെ മൈൻഡിലുണ്ട് എങ്കിൽ നമുക്ക് കുറേയൊക്കെ ഇവിടേക്ക് എത്താൻ പറ്റും. കാൽക്കുലേഷൻ നടത്തിയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. ഇനി ശരിയായിട്ടുള്ളത് ഏതാണ്? താഴെയുള്ളതിൽ ഐന സ്വഹീമിന് തസ്രീഹിന് താലീൻ. മിഖായിൽ നഈമ റഷ്യയിൽ പഠിച്ചിട്ടുണ്ട്, 5 വർഷം സ്കോളർഷിപ്പോടുകൂടി പഠിച്ചിട്ടുണ്ട്. മിഖായിൽ നഈമ 1-ാം ലോക മഹായുദ്ധത്തിൽ ഭാഗവാക്കായിട്ടുണ്ട്. 2 ശരിയാണോ? 2 തെറ്റാണോ? 1 ശരി അല്ലെങ്കിൽ 2 ശരി? ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 2 ശരിയാണ് അല്ലേ. മിഖായിൽ നഈമ 1906 മുതൽ 1911 വരെ പോൾട്ടാവോയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. പോൾട്ടാവോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 5 വർഷക്കാലം അദ്ദേഹം റഷ്യ, ഈ പോൾട്ടാവോ എന്ന് പറഞ്ഞാൽ ഇന്ന് യഥാർത്ഥത്തിൽ ഹംഗറിയുടെ ഭാഗമാണ്. പക്ഷേ ഹംഗറിയൊക്കെ മുമ്പ് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു അല്ലേ. അല്ല, ഉക്രൈൻ്റെ ഭാഗമാണ്. ഹംഗറിയുടെ ഭാഗമല്ല, ഉക്രൈൻ്റെ ഭാഗമാണ്. മുമ്പ് ഉക്രൈനൊക്കെ സോവിയറ്റിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ
റഷ്യയുടെ ഭാഗം തന്നെയാണ് ഈ പഠനം നടത്തിയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്തായിട്ടുണ്ട്, ഒന്നാം ലോക മഹായുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതും ശരിയാണ്. അദ്ദേഹം 1911 അമേരിക്കയിലേക്ക് കുടിയേറി സൈനിക മേഖലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മളെ പഠിച്ചിട്ടുണ്ടാകും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ, അത് അടിസ്ഥാനം എന്തിൻ്റെ അടിത്തറയാണ് അത് ഉൾക്കൊള്ളുന്നത്? ഉലൂമുൽ ലുഗ വൽ അദ്ബി വൻ നഖ്ദ്, നഖ്ദ് അതിൽ പരാമർശിക്കുന്നുണ്ടോ? ലുഗത്ത് അതിൽ പരാമർശിക്കുന്നുണ്ടോ? അസ്സിയാസത്ത് വൽ ഇംറാനിയാത്ത് വൽ ജഗ്റഫിയ്യ വഗൈരിഹ മിനൽ മആരിഫ്, അത്തരം വിജ്ഞാനീയങ്ങളാണോ? അലാമുൽ അദ്വ ശിഅറ മിനൽ ഉൻദുലുസ് വൽ ഷമാലിയ, കവികൾ സാഹിത്യകാരന്മാരെയാണോ? അഖ്ബാറുൽ ഉദബാഇ വശുഅറാഇ മിനൽ അറബ് വൽ അജം, അതിൽപ്പെട്ട സാഹിത്യകാരന്മാരാണ്. ആരെയാണ് അതിൽ പരാമർശ വിധേയമാക്കിയിട്ടുള്ളത്? ഇനി നോക്കൂ, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. അസ്സിയാസ വൽ ഇംറാനിയ വൽ ജഗ്റഫിയ്യ വഗൈരിഹ മിനൽ മആരിഫ് അല്ലേ. മുഖദ്ദിമ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഇബർ എന്ന് പറയുന്ന ബൃഹത് ഗ്രന്ഥത്തിൻ്റെ ആമുഖമാണ്. ഇല്ല, ഇബ്രത്തിൻ്റെ ജമ്മാണ് കിതാബുൽ ഇബർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിതാബുൽ ഇബറിൻ്റെ ആമുഖമാണ് യഥാർത്ഥത്തിൽ മുഖദ്ദിമ. പക്ഷേ എന്ത് ചെയ്തു, മുഖദ്ദിമ ഗ്രന്ഥത്തേക്കാൾ പ്രചാരം നേടിയുള്ളതാണ്. കിതാബുൽ ഇബർ ഫിൽ മുഖ്തദി വൽ ഖബർ എന്നൊക്കെ പറഞ്ഞിട്ട് അറബികളെ, അതേപോലെ അജമ്, ബർബർ ഇങ്ങനെയുള്ള തലമുറകൾ അല്ലെങ്കിൽ ജനാപദത്തെക്കുറിച്ചൊക്കെയാണ് അതിൽ അദ്ദേഹം ഡിസ്കഷൻ നടത്തുന്നത്. ആ മുഖദ്ദിമ തന്നെ 6 ഫസിലുകളിലായിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അതിൽ സിയാസത്ത് വരുന്നുണ്ട്, ഇമ്രാനിയാത്ത് വരുന്നുണ്ട്, ജഗ്റഫിയ വരുന്നുണ്ട്, അങ്ങനെയുള്ള വിജ്ഞാനീയങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇനി കശ്ഫുൽ ളുനൂൻ എന്ന് പറയുന്നത് എന്തിനെയാണ് ഉൾക്കൊള്ളുന്നത്? അസ്മാഉൽ മിലലി വൻ നിഹൽ, അസ്മാഉ ആലാഫിൽ കുതുബ് മുഅല്ലിഫിഹ, അഹ്വാലുൽ ഉമറാഇ വൽ മുലൂക്, അഖ്ബാറു അലാമിൽ ഉലൂമി വൽ ഫുനൂനി മിനൽ ഉസൂരിൽ മുസ്താ. ഇതിൽ ഏതാണ് കശ്ഫുൽ ളുനൂൻ എന്ന് പറയുന്നത്? അസ്മാഉ ആലാഫിൽ കുതുബി വ മുഅല്ലിഫിഹ, അനേകം ആയിരക്കണക്കിന് സഹസ്രക്കണക്കിന് രചനകൾ, അതോടൊപ്പം അതിൻ്റെ രചയിതാക്കൾ. ഇതാണ് കശ്ഫുൽ ളുനൂനിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. വഫയാത്തുൽ അയാൻ എന്ന് പറയുന്ന ഗ്രന്ഥം അത് ഇബ്നു ഖല്ലിഖാനിൻ്റെ രചനയാണ്. അതിൽ ഉൾക്കൊള്ളുന്നത് എന്താണ്? അത് ഏത് വിഷയത്തിലാണ്? സീറയും തറാജിമുമാണോ? ശരീഅത്തുൻ ഇസ്ലാമിയാണോ? ഫൽസഫയാണോ? ഫിഖ്ഹുൽ ലുഗയാണോ? ഏതാണ്? സീറത്തുൻ വത്തറാജിം. അതിൽ സീറയാണ്, അതേപോലെ പല ആളുകളുടെയും ജീവചരിത്രം അല്ലേ, അതുകൂടിയാണ് വഫയാത്തുൽ അയ്യാൻ എന്ന് പറയുന്നതിൻ്റെ ഉള്ളടക്കം. അടുത്തൊരു ചോദ്യം, അൽ മുഖാബിൽ അൽ ഇൻജിലീസി ലി അസ്ഹാബുൽ യാഖാത്ത് വൽ ബൈളാ. ഈ തവണത്തെ പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എക്സാം പാറ്റേൺ വെച്ചുകൊണ്ട് എങ്ങനെയാണ് പാറ്റേണിലുള്ള ചേഞ്ചിങ്, നമ്മുടെ ഒരു ഫോക്കസ് എങ്ങനെയൊക്കെ ആവണം എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ടാണ്. ഒരുപാട് ചോദ്യങ്ങൾ ട്രാൻസ്ലേഷനിൽ നിന്ന് വന്നിരുന്നു. ട്രാൻസ്ലേഷൻ്റെ ഒരു പരിമിതി, നമുക്ക് ക്ലാസ്സുകൾ ഇങ്ങനെ മെറ്റീരിയൽ ഇങ്ങനെ വായിക്കുക എന്നുള്ളതല്ല, നമ്മളത് ഇവിടെ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുക, അതേപോലെ ഈ വൊക്കാബുലറി എൻറിച്ച്മെൻറ്റ്, ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ള ഒരു കാര്യം. അപ്പോൾ ഇംഗ്ലീഷിലെ വാക്ക് ഏതാണ്? അസ്ഹാബുൽ യാഖാത്ത് അൽ ബൈളാ എന്ന് പറയുന്നതിന് വൈറ്റ് ഷർട്ട് വർക്കേഴ്സ് ആണോ, വൈറ്റ് ക്യാബ് വർക്കേഴ്സ് ആണോ, പീപ്പിൾ ഓഫ് വൈറ്റ് സ്കിൻ ആണോ, വൈറ്റ് കോളർ വർക്കേഴ്സ് എന്നുള്ളതാണ്. വൈറ്റ് കോളർ വർക്കേഴ്സ് അല്ലേ, വെള്ളക്കോളർ ജോലിക്കാരെന്ന് പറയാറുണ്ട് നമ്മൾ മലയാളത്തിലൊക്കെ. അപ്പോൾ ആ ഒരു അറബിയാണ് അസ്ഹാബുൽ യാഖാത്ത് അൽ ബൈളാ എന്ന് പറയുന്ന പ്രയോഗം. ഇനി അസാര ഹഫീറത്തഹു, ദേഷ്യം ഇളക്കി വിടുക അല്ലെ, ഒരു പ്രയാസം ഇളക്കി വിടുക. ടു അറൗസ് സംവൺസ് സസ്പീഷൻ എന്നുള്ളതാണോ, സംവൺസ് റിസൻമെൻറ്റ് എന്നുള്ളതാണോ, സംവൺസ് ജലസി അസൂയ എന്നുള്ളതാണോ, ഹാപ്പി എന്നുള്ളതാണോ? ആര് ദുഃഖം, ദേഷ്യം എന്നൊക്കെയുള്ള ആ റിസൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടു അറൗസ് സംവൺസ് റിസൻമെൻറ്റ് എന്ന് പറയുന്നതാണ് ആൻസർ. ഇനി ഫുലാനുൻ ജമഅ ബൈനൽ യറാഇ വൽ അസ്ൽ എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. യഥാർത്ഥത്തിൽ അസ്ൽ എന്ന് പറഞ്ഞാൽ അല്ല, അസ്ൽ എന്നാണ് ഉള്ളത്. യറാഇ എന്ന് പറയുമ്പം കലമാണ് അല്ലേ, അസ്ൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കുന്തം എന്ന അർത്ഥത്തിലൊക്കെ ഉള്ളതാണ് അല്ലേ. അപ്പോൾ കുന്തത്തിൻ്റെയും കലമിൻ്റെയും ഇടയിൽ സമന്വയിപ്പിച്ചിട്ടുള്ള ആൾ. ടു കമ്പൈൻ മെനി ക്വാളിറ്റീസ് എന്നുള്ളതാണോ? ടു ബി ബോത്ത് എ പോയറ്റ് ആൻഡ് എ വാരിയർ, ടു ഡു മൾട്ടി ടാസ്കിങ്, ടു ബി ബോത്ത് റൈറ്റർ ആൻഡ് ഹണി ഗാദറർ. ഇതിലേതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത് അല്ലേ. നമ്മൾ സാമി ബാറുദിയെ പോലെയുള്ള ആളുകളൊക്കെ സാഹിബ് റബ്ബുൽ ഖലമി വസ്സൈഫ് എന്ന് പറയാറുണ്ട് അല്ലേ. റബ്ബുൽ ഖലമി വസ്സൈഫ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ കലമും സൈഫും, സാഹിത്യവും അതേപോലെ യുദ്ധം,
സമന്വയിപ്പിച്ചിട്ടുള്ള ആൾ, രണ്ടിലും ഒരുപോലെ തിളങ്ങിയിട്ടുള്ള ആൾ. ടു ബി ബോത്ത് എ പോയറ്റ് ആൻഡ് എ വാരിയർ എന്ന് പറയുന്നതാണ് ആൻസർ. ഓക്കെ. റൊമാൻറ്റിസിസത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? തംജീദുൽ അഖലി വ തസ്ലീമുൽ കലാമിനുൽ അഖൽ എന്നുള്ളതാണോ? തസ്വീറുൽ വാഖി തസ്വീറുൻ ദഖീഖ, റിയാലിറ്റി അങ്ങനെ തന്നെ അവതരിപ്പിക്കുക എന്നുള്ളതാണോ? അത്തഅബീർ അൽ വാഖി ബി വാസിത്ത റുമൂസ്, സിംബൽസുകളുടെ സിംബൽസുകൾ ഉപയോഗിച്ചുകൊണ്ട് യാഥാർത്ഥ്യം അവതരിപ്പിക്കുക എന്നുള്ളതാണോ? തംജീദുൽ ആത്തിഫത്തി വ തസ്ലീമുൽ കലാമി ലിൽ ഖൽബി ഇഅ്തിബാരിഹി മൻബഅൽ ഇൽഹാം, നമ്മൾ ഇമോഷൻസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്ന ശൈലിയാണോ? ഏതാണ് റൊമാൻറ്റിസിസത്തിൻ്റെ ഒരു സവിശേഷത? നമുക്ക് അറിയാം അല്ലേ? തംജീദുൽ ആത്തിഫത്ത്, അത്തരം നമ്മുടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ കൂടി ആഡ് ചെയ്ത് വരുമ്പോഴാണ് അതിലൊരു കാൽപ്പനിക സൗന്ദര്യം ഉണ്ടാകുക. അല്ലാതെ നേരിട്ട് നമ്മുടെ ഈ ക്ലാസ്സത്തിൻ്റെ ഒരു അക്കലിന് ഫോക്കസ് കൊടുത്തുകൊണ്ടും അല്ലെങ്കിൽ റിയാലിറ്റിക്ക് ഫോക്കസ് കൊടുത്തുകൊണ്ടും സിംബൽസിന് ഫോക്കസ് കൊടുത്തുകൊണ്ടും പറയുന്നത് ഏതിൻ്റെ പ്രത്യേകതയല്ല, റൊമാൻറ്റിസത്തിൻ്റെ ഒരു സവിശേഷ സ്വഭാവമല്ല. ഇനി ഈ ഖുബൂദ് പരിഗണിക്കപ്പെടുന്നു മിൻ സിമാത്തിൽ മദ്ഹബ്, ഏത് മൂവ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഒരു സ്വഭാവമായിട്ടാണ് ഈ ഖുമൂദ് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. വാഖിയാണോ, റൊമാൻസിയാണോ, ക്ലാസിക്കിയാണോ, റംസിയാണോ? ഈ ഖുമൂദ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇൻഡെപ്ത് നിഗൂഢമായ രീതിയിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതിൻ്റെ ഒരു സ്വഭാവമാണ്? അത് ആ റംസിയ എന്ന് പറയും അല്ലേ? റംസിയയുടെ സവിശേഷതയാണ് ഖുമൂദ് എന്ന് പറയുന്നത്. ഇനി ഇർത്തബിത് ഇസ്മു ചാൾസ് ബട്ട്ലറിൻ ഏത് മൂവ്മെൻറ്റുമായിട്ടാണ്? റംസിയയാണോ, വാഖിയയാണോ, ക്ലാസിക്കിയയാണോ, റൊമാൻസിയയാണോ? നമ്മുടെ നേരിട്ട് നമ്മളെ ഈ അറബിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷേ യൂണിറ്റ് 8 ഒരുപാട് മൂവ്മെൻറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ വരുന്ന ഒരാളാണ് അല്ലേ? അതിൽ വരുന്ന മീൻസ് നമ്മൾ ക്ലാസ്സും പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിയത്തിൻ്റെ ഉത്ഭവം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ, അങ്ങനെ പഠിക്കുമ്പോൾ ഫ്രഞ്ച് സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് ബട്ട്ലർ എന്ന് പറയുന്നത്. അദ്ദേഹം ക്ലാസിസം എന്ന് പറയുന്ന മൂവ്മെൻറ്റിലുള്ള ആളാണ്. ഇനി അഖലുൽ ജർ, അദ്ദേഹം ഏത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കവിയാണ്? കലമിയയാണോ, അപ്പോളോയാണോ, ദീവാനാണോ, ഉസ്ബ ഉന്ദുലുസിയയാണോ? ഏതാണ്? ഉസ്ബ ഉന്ദുലുസിയാണ്. റാബിത്ത കലമിയുടെ ആളുകൾ നമുക്ക് അറിയാം, അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ. അപ്പോളോയുടേത് അറിയാം, ദീവാനിൽ പിന്നെ ആകെ 3 പേരേ ഉള്ളൂ, കൂടുതലായിട്ടില്ല. ഉസ്ബ ഉന്ദുലുസിയുടേതും വിശദമായിട്ട് ടേബിൾ ഉണ്ടാകും, അത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അഖലുൽ ജർ ആരുടേതാണ്. ഉസ്ബ ഉന്ദുലുസി എന്ന് പറയുന്ന മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ്. ഇനി ദറസ് മിൻ കാമസൂത്ര, ദർസുമിൻ കാമസൂത്ര എന്ന് പറയുന്ന ഖസീദ, ഇത് ആരുടേതാണ്? സയ്യാബിൻ്റേതാണോ, നാസിക്കുൽ മലൈക്കയുടേതാണോ, സയ്യിദ് അദൂനിസിൻ്റേതാണോ, ദർവേഷിൻ്റേതാണോ? ആരുടേതാണ് കാമസൂത്രയുടെ ഈ ദർസുമിൻ കാമസൂത്ര എന്ന് പറയുന്നത്? അത് ദർവേഷിൻ്റേതാണ്. ഓക്കെ. ഇനി അടുത്തത് ഒരു ടേബിളാണ്. സിൽമ ഫിൽ അമൂദ് അലിഫ് മഅ യുനാസിബുഹു ഫിൽ അമൂദ്. ദിവാൻ നിസാ ആരുടേതാണ്? വഖ്ത് ബൈന റമാദി വൽ വറദ്, കിതാബുൽ ഹുബ്ബ് ആരുടേതാണ്? ആസിർ ആരുടേതാണ്? ഓക്കെ, ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പുറത്തെ കോളത്തിലുള്ളത് ബദർ ഷാക്കിർ സയ്യാബാണ്, നിസാർ ഖുബാനിയാണ്, അദോനീസാണ്, ഉമർ അബൂരിഷയാണ്. അപ്പോൾ ഇതിൽ പരസ്പരം മാച്ചായിട്ടുള്ളത് ഏത് എന്നുള്ളതാണ്. ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം അല്ലേ? 4 ഓപ്ഷൻസിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? സി ആണ് ആൻസർ എന്ന് പറയുന്നത്. അഥവാ ഈ ദീവാൻ നിസാ എന്ന് പറയുന്നത് ആരുടേതാണ്? ഉമർ അബൂ ഇരീഷയുടേതാണ്. വഖ്ത് ബൈന റമാദി വൽ വറദ് എന്ന് പറയുന്നത് ആരുടേതാണ്? അദൂനിസിൻ്റേതാണ്. കിതാബുൽ ഹുബ്ബ് എന്ന് പറയുന്നത് നിസാർ ഖുബാനിയുടേതാണ്. നമുക്കറിയാം നിസാർ ഖുബാനിയെ വിളിക്കുന്നതാണ് ഷാഇറുൽ ഹുബ്ബി വൽ മർഅ. ഇങ്ങനെ വിളിപ്പേരുള്ള ആളാണ് ആര്? നിസാർ ഖുബാനി. ഖുബ്ബ ആണ്, പെണ്ണ് എന്ന് നമ്മൾ ഷോർട്ടാക്കിയിട്ട് ചിലപ്പോൾ ഒക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ കിതാബുൽ ഹുബ്ബ് നിസാർ ഖുബാനിയാണ്. ജീമിൻ്റെ നേരെ ഈ 2 എന്ന് പറയുന്നത് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കതറിഞ്ഞാൽ തന്നെയും ആൻസറിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും. ആസിർ എന്ന് പറയുന്നത് പിന്നീടുള്ളത് ആരാണ്? ബദർ ഷാക്കിർ സയ്യാബാണ്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്.
യൻഷഖു നൂറുൽ ഹുദാ അൻ നൂരി ഖുർറതിഹി കശംസി യൻജാബു അൻ ഇശ്റാഖിഹൽ ഖത്ം. സന്മാർഗത്തിൻ്റെ വെളിച്ചം എന്താകുന്നുണ്ട്? ആ മുഖത്തു നിന്ന് വരുന്ന വെളിച്ചത്തിൽ ഇതായി പോകുന്നു. ഏതുപോലെ? സൂര്യനെ പോലെ. എൻജാബു അൻ ഇശ്റാഖിഹ, ആ മുഖത്തിൻ്റെ തിളക്കം കൊണ്ട് എന്താകും? അല്ലെങ്കിൽ സൂര്യൻ്റെ തിളക്കം കൊണ്ട് അയാൾ കത്തുന്നു, ഇരുളെന്താകും? മറഞ്ഞു പോകുമല്ലോ. അതേപോലെ അവരുടെ വെളിച്ചം കൊണ്ട് എന്തായി പോകുന്നുണ്ട്? ബാക്കിയെല്ലാം മാഞ്ഞു പോകുന്നുണ്ട് എന്ന് ആരുടെ മദ്ഹിലാണ് ഇത് പാടിയിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണോ? അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെതാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെതാണോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെതാണോ? ഏറെക്കുറെ എല്ലാവർക്കും അറിയാമായിരിക്കും ഇതിൻ്റെ ചരിത്രവും പശ്ചാത്തലമൊക്കെ. ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. 4 പേരിൽ ആരാണ്? വലിയൊരു മദ്ഹാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചല്ല ഇത്തരം വലിയ മദ്ഹുകളൊക്കെ ഉണ്ടാകാമെന്ന് സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങനെ തന്നെയാണെങ്കിൽ ഇത് എഴുതുകയും ചെയ്യാം. അലി ഇബ്നുൽ ഹുസൈൻ ഉള്ളത് അല്ലേ? നമുക്കറിയാം ഹിഷാം ഹജ്ജിന് പോകുന്ന സമയത്ത് എല്ലാ ആളുകളും ഹജ്ജുൽ അസ്വദൊക്കെ മുത്തുന്ന സമയത്ത് ഭയങ്കര തിരക്ക്. പക്ഷേ എല്ലാ ആളുകളും ഒരാൾക്ക് വേണ്ടി മാറിക്കൊടുക്കുന്നു. ഹിഷാമിനെ അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ അമവികൾക്ക് സ്വാഭാവികമായും അലി റളിയല്ലാഹു കുടുംബത്തോടൊക്കെ ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് ചരിത്രപരമായ ചില പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഹിഷാം അവഗണിക്കുന്ന ശൈലിയിൽ അലി ഇബ്നുൽ ഹുസൈൻ അള്ളാഹുവിന്, സൈനുൽ ആബിദീൻ അലി ഇബ്നുൽ ഹുസൈൻ അള്ളാഹുവിനെ അവഗണിക്കുന്ന രൂപത്തിൽ സംസാരിച്ചു. അപ്പോൾ അവിടെ ആര് സന്നിഹിതനായിരുന്നു? ഫറസ്ദഖ് ആള് എന്ത് ചരിത്രപരമായി പല പരാമർശങ്ങളുണ്ടെങ്കിലും ഈ നബി കുടുംബത്തോട് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ താല്പര്യവും സ്നേഹവും ആദരവും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഫറസ്ദഖ്. അപ്പോൾ ഫറസ്ദഖിന് ഇത് കേട്ടിട്ട് ഒട്ടും സഹിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്കിയത് അദ്ദേഹം ഒരു കവിതയായിട്ട് പാടുകയാണ്. ആ കവിതയിലെ ഒരു വരിയാണ് ഈ പറയുന്ന യൻഷഖു നൂറുൽ ഹുദാ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആരെ മദ്ഹ് ചെയ്തുകൊണ്ടുള്ളതാണ്? സൈനുൽ ആബിദീൻ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മദ്ഹ് ചെയ്തുകൊണ്ടുള്ള കവിതയാണ്. ഇനി ഫഗല്ലത് തർഫു അന്നക മിൻ നമീരിൻ ഫലാ കഅബൻ ബലഗത വലാ കിലാബ, നീ കിലാബിനെയോ കഅബിനെയൊന്നും ആ വിഭാഗത്തിൽ നിന്ന് എത്തിച്ചിട്ടില്ല, നീ ആരിൽ നിന്നുള്ളതാണ്? നമീറിൽ നിന്നുള്ളതാണ്. ഗല്ലത് തർഫ, നീ കണ്ണ് അടിച്ചു കളഞ്ഞേക്ക് എന്ന് ആരെയാണ് ഈ ഒരു ആക്ഷേപ കവിത പാടിയിട്ടുള്ളത്? ആക്ഷേപം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ 1-2 ആളുകൾ സ്വാഭാവികമായിട്ടും കടന്നുകൂടിയുണ്ടാകും. ജരീറും ഫറസ്ദഖും അല്ലേ? അഖത്തലബിനെ ചെറിയ രൂപത്തിൽ അജ്മീൽ നമുക്ക് ഏറെക്കുറെ ഒഴിവാക്കാം. മൂപ്പർക്ക് ഇത്തരം വിഷയത്തിലല്ലായിരുന്നു മൂപ്പരുടെ താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ 2 ആരെങ്കിലും ഒന്നാണെന്നുള്ള നമുക്ക് ഉറപ്പാണ് അല്ലേ? അപ്പോൾ കഅബിനെയോ കിലാബിനെയോ എന്തായിട്ടില്ല, നീ എത്തിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അതിൽ ചെറിയൊരു സൂചന നമുക്കുണ്ട്. ആരിലേക്ക് പോകുന്നുണ്ട്? ജരീറിലേക്ക് പോകുന്നുണ്ട് അല്ലേ? ഇപ്പം അന്നീ നമീറ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അർ റായി അൻ നമീർ എന്ന് പറയുന്നവരുമായിട്ട് ജരീറിന് തർക്കം ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ജരീറാണ് ഈ റായി നമീറുമായുള്ള തർക്കത്തിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് എന്താകുന്നത്? ഈ കവിത പാടിയിട്ടുള്ളത്. ഇനി അശ്ശാഇറുല്ലദി ബലഗ മിൻ കിബരി നഫ്സിഹി അൻ ദഅ ഇലാ ബൈഅത്തിഹി ബിൽ ഖിലാഫ, ഖിലാഫത്ത് കൊണ്ട് ബൈഅത്ത് ചെയ്യണമെന്നൊക്കെ നമ്മൾ വലിയ ആളാണ് എന്നുള്ള നിലക്കൊക്കെ വാദിച്ചിരുന്ന കവി ആരാണ്? അബൂ നുവാസ് ആണോ? മുത്തനബിയാണോ? ബുഹത്തരിയാണോ? അബുൽ അല അൽ മഅരിയാണോ? ആരാണ് ഇങ്ങനെ ഒരു വാദമൊക്കെ ഉന്നയിച്ചിട്ടുള്ളത്? നമുക്കറിയാം ഈ ഒരു സെൻറ്റൻസ് കണ്ടാൽ തന്നെ ഇങ്ങനെ ഒരു മെയിൻ ആവുക എന്നുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത് ആർക്കായിരുന്നു നമുക്കറിയാം അല്ലേ? ആരുടേതാണ് ആ സ്വഭാവം? മുത്തനബിയുടെ സ്വഭാവമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസറും നമുക്ക് മുത്തനബി തന്നെയാണ്. ഓക്കെ, മുത്തനബി സ്വാഹിബുൻ ഉബാദിനെ മദ്ഹ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടും സ്വാഹിബുൻ ഉബാദിനൊന്നും മുത്തനബി മദ്ഹ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം സ്വന്തം വ്യക്തിത്വത്തിൽ വലിയ മതിപ്പുള്ള ഒരാളായിരുന്നു മുത്തനബി. പേര് വന്ന് തന്നെ ആ നബി എന്ന് പറയുന്നത് വാദിച്ചു എന്നുള്ള അർത്ഥത്തിലാണല്ലോ. ഇത് സയ്യാത്തിൽ നിന്ന് നേരിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു പല ക്വസ്റ്റ്യൻസും കിതാബിൽ നിന്ന് നേരിട്ട് അങ്ങനെ തന്നെ എടുത്തു കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, വക്കാനിൽ മുത്തനബി 3 ഷൈനത്തിഹി കബീറൻ നഫ്സ് ആലിൽ അഹാലിയൽ ഹിമ്മ തമൂഹൻ ഇലൽ മജിദ്. നേരത്തെ നമ്മളെ മുമ്പത്തെ ഒരു ഡിസ്കഷനിൽ നമ്മളെ ഹജ്ജാജിനെ പറഞ്ഞ ഒരു സെഷനിൽ നമ്മൾ അദ്ദേഹം തൊമാഹൻ ഇല സുൽത്താനി വൽ മജിദ് എന്ന് പറഞ്ഞു. അദ്ദേഹം അധികാരത്തിലേക്കൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെന്ന് പറഞ്ഞത്. അപ്പോൾ തൊമൂഹൻ ഇലൽ മജിദ് എന്ന് ആരെക്കുറിച്ചും വന്നിട്ടുണ്ട്? മുത്തനബിയെ കുറിച്ചും വന്നിട്ടുണ്ട്. ബലഗ മിൻ കിബരി നഫ്സിഹി അൻ ദഅ ഇലാ ബൈഅത്തിഹി ബിൽ ഖിലാഫ. അപ്പോൾ നമ്മുടെ സയ്യാത്തിൽ നിന്ന് നേരിട്ട് വന്നിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ എടുത്തു കൊടുത്തിട്ടാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സയ്യാത്തിൽ നിന്നാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ശകലം ഇവിടെ കൊടുത്തത്. ഇനി അശ്ശാഇറുല്ലദി ഔസാ ബി അൻ യുക്തബ അലാ ഖബരിഹി
തൻ്റെ ഖബറിന് പുറത്ത് എഴുതി വെക്കണം. എന്തെഴുതി വെക്കണം? ഹദാ ജനാഹു അബി അലയ്യ വമാ ജനൈതു അലാ അഹദ്. ഇതെൻ്റെ പിതാവ് എന്നോട് കാണിച്ചിട്ടുള്ള അക്രമമാണ്. വമാ ജനൈതു അലാ അഹദ്, ഞാൻ ഒരാളോടും അക്രമം കാണിച്ചിട്ടില്ല എന്ന് ഖബറുപുറത്ത് എഴുതി വെക്കണമെന്ന് പറഞ്ഞ ആൾ ആരാണ്? ഇബ്നു റൂമിയാണോ, മുത്തനബിയാണോ, അബു തമാമാണോ, അബുൽ അല അൽ മഅരിയാണോ? ആരാണ്? പല തവണയായിട്ട് പരിചയിച്ചിട്ടുള്ള കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അബുൽ അല അൽ മഅരിയുടെ, അദ്ദേഹം അന്ധനായിരുന്നു. 3 വയസ്സായതിനു ശേഷം പിന്നീട് അദ്ദേഹം ലോകം കണ്ടിട്ടില്ല, അന്ധനായി മാറിയ ആളാണ്. അപ്പോൾ ഈ ബാപ്പൻ്റെ കാരണമാണല്ലോ ഈ അദ്ദേഹം അന്ധനായത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ കണ്ണാണാതെ എടുങ്ങാറായി ജീവിച്ചു. അപ്പോൾ ഈ കുറ്റത്തിനൊക്കെ ഈ കുറ്റത്തിൻ്റെയൊക്കെ കാരണക്കാരൻ ആരാണ്? വാപ്പയാണ്. ഞാൻ കല്യാണം കഴിച്ചില്ല, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ട് അതിൽ കുട്ടികളായിട്ട് അതാൾ അന്ധനായിട്ടുണ്ടെങ്കിൽ ഓൻ എടുങ്ങാറാവുമല്ലോ. അപ്പോൾ ഞാനൊരാളോട് എന്ത് ചെയ്തിട്ടില്ല? അക്രമം പ്രവർത്തിച്ചിട്ടില്ല. ഇതെൻ്റെ പിതാവ് എന്നോട് ചെയ്തിട്ടുള്ള കുറ്റാണ് എന്ന് എൻ്റെ ഖബറിന് പുറത്ത് എഴുതി വെക്കണമെന്ന് അബുൽ അല അൽ മഅരിയാണ് തൻ്റെ കൂട്ടുകാരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അശ്ശാഇറുല്ലദീ ലഹു അശ്ആറുൻ കസീറത്തുൻ ഫി ത്വആമി വശറാബ്. കവിതേന, ഭക്ഷണം, പാനീയം, ഇതിലൊക്കെ ഒരുപാട് കവിതകളുണ്ട്. വക്കാന ശദീദത്തുയറ, ഈ പക്ഷിലക്ഷണത്തിൻ്റെ വലിയ ആളായിരുന്നു. അതിൽ മുഴുകയും അതിനെ ആസ്വദിച്ചുകൊണ്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ശുഭലക്ഷണം അതിനുണ്ട്, ഈ പക്ഷി അതിനോട് തങ്ങൾക്ക് വെറുപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇബ്നു റൂമിയാണോ, അബുൽ അല അൽ മഅരിയാണോ, അബൂ നവാസാണോ, ബഷാറാണ്? നമ്മൾ പലപ്പോഴും പല സെഷനുകളിലും അതിൻ്റെ ഒരു ക്ലൂ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇബ്നു റൂമിയാണ്. എന്തെങ്കിലും കണ്ടാൽ എന്ത് ചെയ്യും? റൂമിൽ തന്നെ കുത്തിരിക്കും, റൂമിൻ്റെ മകനായിട്ട് കുത്തിരിക്കുന്നു. അപ്പോൾ ഇബ്നു റൂമിക്കാണ് ഇങ്ങനെ അവൾ പക്ഷേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകയാണെങ്കിൽ അല്ലോ ഒന്ന് ആകെ പ്രശ്നമാവും എന്ന നിലക്ക് പുറത്തിറങ്ങാതെ നിന്നിരുന്ന ആളാരാണ്? ഇബ്നു റൂമിയാകുന്നു. ഇത് സയ്യാത്തിലുണ്ട്, വേറെയും പല കിതാബുകളിലും ഈ ഒരു ഭാഗമുണ്ട്. കാൻ ഇബ്നു റൂമി ശരിഹൻ കമാ യദ്ഹറു മിൻ ഉളൂനി ശീരി, അദ്ദേഹത്തിൻ്റെ കവിതൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാകും. ലഹു അശ്ആറുൻ കസീറ ഫി ത്വആമി വശറാബ്, ചോദ്യത്തിൻ്റെ ഭാഗമാണ്. വകാന ശദീദത്തുയറ യഗ്ലു ഫിഹാ വയഹ്തജു ലഹാ വയഖൂലു ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഹിബ്ബുൽ ഫഅൽ വയക്റഹു ത്തിറ. അത് സയ്യാത്തിൻ്റെ തന്നെ നേരിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇനി അവ്വലു മൻ ഖത്തബ അലാ ഷറഫ്, ആദ്യമായി ഷറഫിനെ കുറിച്ച് പ്രഭാഷണം നടത്തി. വത്തക അലാ സൈഫ്, വാളിൽ ഇങ്ങനെ നമ്മളിപ്പോൾ മിമ്പറിലൊക്കെ ഉണ്ടാവുമല്ലോ, വാൾ കൊടുത്ത് ഇങ്ങനെ ഊന്നിയിട്ട്. വഖാല ഫി ഖുതബിഹി അമ്മാ ബഅദ്, അമ്മാ ബഅദ് പ്രസംഗത്തിൽ ആദ്യമായി കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുള്ള ആള് അക്കിസമാണോ, ഖുസ്സാണോ, സിയാദാണോ, ത്വാരിഖ് എന്ന് പറയുന്നവരാണോ? ചോദ്യം സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഖുസ് ബിൻ സായിദ എന്ന് പറയുന്നവർക്കാണ് ഈ ഒരു വിശേഷണം ഉള്ളത്. റത്തിബൽ കിതാബ് അൽ കുത്താബ് ഹസ്ബ തവാരിഖി വിലാദത്തിഹിം തർത്തീബൻ തസാഉദിയ, ഈ കൊടുത്തിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുക? തർത്തീബൻ തസാഉദി. എന്താണ് തസാഉദി എന്ന് പറഞ്ഞാൽ? 2 ഓർഡറാണ്, തസാഉദിയും തനാസുലിയും. എന്താണ് തസാഉദി, എന്താണ് തനാസുലി? തസാഉദി എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വേലോട്ട് പോവുക, അതാണ് അസെൻഡിങ് ഓർഡർ എന്ന് നമ്മൾ പറയാറുള്ളത്. തനാസുലി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മുകളിൽ നിന്ന് താഴോട്ട് വരികയാണ്, അതിനാണ് നമ്മൾ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് തസാഉദി രൂപത്തിൽ എഴുതാനാണ്. അപ്പോൾ നോക്കുക, ഇബ്നുൽ അമീദ്, ഖാദി ഫാദിൽ, സാഹിബ് ഇബ്നുൽ മുഖഫ്. അപ്പോൾ ഇതിൽ ഇബ്നുൽ അമീദ് ഏറെക്കുറെ 366 സമയത്താണ്, ഖാദി ഫാദിൽ 595 ആ ഒരു സമയത്താണ്, സാഹിബിനുബാദ് 385 ആ ഒരു സമയത്താണ് സാഹിബിനുബാദ് എന്ന് പറയുന്നത്. ഇബ്നുൽ മുഖഫ് എന്ന് പറഞ്ഞാൽ 142 അല്ലെ, അബ്ദുൽ അമീദ് കഴിഞ്ഞ് പിന്നെ 142 ഇബ്നുൽ മുഖഫ് മരണപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ സംഖ്യ എന്നുള്ളല്ലോ നമ്മോട് ചോദിച്ചു. ഇതിൽ ചെറിയ ആളാണ്, ചെറിയ ആളിൽ നിന്ന് വലിയ ആളിലേക്ക്. ഇതിൽ ചെറിയ ആളാരാണ്? ഖാദി ഫാദിലാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത് വരേണ്ടത്. പിന്നെ അത് കഴിഞ്ഞാൽ രണ്ടാമത് വരേണ്ടത് ആരാണ്? സാഹിബിന് ഉബാദാണ്. പിന്നീട് വരേണ്ട ആൾ ഇബ്നുൽ അമീദാണ്. പിന്നീട് വരേണ്ട ആൾ ഇബ്നുൽ മുഖഫാണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് വലതിൽ നിന്ന് വെൽത്തുനിന്ന് ഇടത്തോട്ടാണോ, എടുത്തുനിന്ന് വെൽത്തോട്ടാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഒന്നുകിൽ എങ്ങനെ ഉണ്ടാകും? ബാ, ജീമ്, അലിഫ്, ദാല്. ഒന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ നേരെ തിരിച്ചിടുക. ബാ ആദ്യം ഇവിടുന്ന് അങ്ങോട്ട്, ജീമ്, അലിഫ്, ദാല്. ഇങ്ങനെ രണ്ടാലൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ബാ തുടക്കത്തിൽ വന്നിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, ബാ, ജീമ്, അലിഫ്, ദാലില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ടോ എന്ന് നോക്കാം. ബാ ലാസ്റ്റ് നിന്ന് ബാ, ജീമ്, അലിഫ്, ദാൽ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പം ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തസാഉദിയും തനാസുലിയും 132 അല്ലേ ചെറുത്, അതല്ല നോക്കേണ്ടത്, ചെറിയ ആളിൽ നിന്ന് വലിയ ആളിലേക്ക് എന്നുള്ളതാണ്.
അപ്പോൾ ആ രൂപത്തിലാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ആവേണ്ടതില്ല, കൃത്യമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ തസാഉദി തനാസുലി എന്നുള്ളത് പലപ്പോഴും വരാറുള്ളതാണ്. ആൻസർ നോക്കൂ, ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ തസാഉദിയും തനാസുലിയും മാറരുത്. നമ്മൾ പല സെഷനുകളിലും പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് അതിൻ്റെ ഒരു ക്രമം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പരീക്ഷയിൽ തന്നെ വേറെയും തർത്തീബിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അതിൻ്റെ സമയമാകുമ്പം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്തടുത്ത സെഷനുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു അനലൈസിങ് കംപ്ലീറ്റ് ആക്കും. അതുവരേക്കും താങ്ക് യു.